പിന്നെ ഇവന്റെ കയ്യും പിടിച്ച് പോണത് സ്കൂൾക്കല്ല, പെരുന്നാളായതുകൊണ്ട് പള്ളിയിൽ പോകുകയാണ്. കഴിഞ്ഞ പെരുന്നാൾക്ക് സ്റ്റെപ്പ് മസാലം കിട്ടിയോണ്ട് ഇപ്രാവശ്യം നേരത്തെ പോയി, അതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി. പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാ റബ്ബറുകളും നാട്ടിലുണ്ട്. ബല ഞാൻ കാണുന്നത് വളരെ അപൂർവമാണ്. ഞാൻ വരുമ്പോഴത്തേന് ബല ഇറങ്ങിയിട്ടുണ്ടാവും, ബല നീക്കുമ്പോൾ തന്നെ ഞാൻ പോയിട്ടുണ്ടാവും. ബലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാരണവന്മാർ. ഇത് പിന്നെ നമ്മളെ വ്ളോഗർ മുക്കിലെ ഒരു വ്ളോഗർ റമീസ് മാടാല. അങ്ങനെ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇവിടെ എത്തിയപ്പോൾ ഇവലൊക്കെ ഫോട്ടോ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. എല്ലാ പ്രാവശ്യം പെരുന്നാൾ കൊണ്ടുപോകുന്ന ഒരു ചെക്ക് നമ്മൾ എടുത്തുണ്ടാവില്ല. അപ്പൊ കണ്ടില്ല ഹിമാലയൊക്കെ നെഞ്ഞിലേറ്റിട്ട് നിൽക്കുക. ഫോട്ടോ എടുക്കാനുള്ള സ്ഥലത്തേക്ക് എത്തി. ഇവിടെ പെരുന്നാൾസ്കാരത്തിനൊക്കെ കൂടുതൽ ആൾക്കാർ. ഫോട്ടോ എടുക്കൽ ഒരു കല ആയതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും വയ്ക്കൂല. ബല പോലത്തെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു കഴിവാണ്. ഓന്റെ കണ്ണു ജിദ്ദിട്ടോക്ക് ഇത് പറ്റില്ല. ആരെ കളഞ്ഞു? എന്നെ പെരുന്നാക്കാരോ എന്റെ കണ്ണട കളഞ്ഞിക്കണം. ആ കണ്ണട അല്ലാതെ ഫോട്ടോ എടുക്കൂല പറഞ്ഞിട്ട് തെറ്റിരിക്കാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുത്ത വണ്ടി കൊടുത്തിട്ടാണ്. ഇതിന്റെ മുമ്പിൽ ഇപ്പൊ പള്ളിക്കത്തെ കാതേരം അല്ലാത്ത എല്ലാവരും ഫോട്ടോ എടുത്തുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ വരുന്ന നോക്കാണ്. പെരുന്നാളിന്റെ പൊലിവ് മുഖത്തുണ്ടെങ്കിൽ കുറച്ചെത്തിയപ്പോൾ അതങ്ങോട്ട് നിന്നു. NH66 കൂടെ പോകണമെന്നുള്ള പേടിയുണ്ട്. എല്ലാ പെരുന്നാക്കും എന്നോട് എന്റെ കൂട്ടുകാർ എങ്ങോട്ടേലും പോകുക റിസോർട്ട് എടുക്കാൻ അറിയുമ്പോൾ ഞാൻ സമ്മതിക്കല്ല. ഞാൻ നേരെ പോലെ എന്റെ ഉമ്മാൻ്റെ വീടിക്കാണ്. അങ്ങനെ ഉമ്മാൻ്റെ വീടിലേക്ക് എത്തി. റിസോർട്ടിൽ ഞാനില്ല എന്ന് പറയാനുള്ള കാരണത്താണ്. എനിക്ക് ഇവിടെ എല്ലാം ഉണ്ട്. കിടക്കാൻ റൂം, കുളിക്കാൻ സ്വിമ്മിംഗ് പൂൾ, മസാജ് ചെയ്യാൻ മസാജ് ചെയർ, തടി അനക്കാൻ ജിമ്മ്, കുടിക്കാൻ ജ്യൂസ്, കഴിക്കാൻ ഫുഡ്. അപ്പൊ പെരുന്നാൾ വിശേഷം എത്ര ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. അദിയോസ് ഹബീബി.